ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. ഇന്ത്യ ഇംഗ്ലണ്ട് നാലാം ടെസ്റ്റും അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇംഗ്ലണ്ടിനെ കറക്കി വീഴ്ത്തിക്കൊണ്ട് ഇന്ത്യ തങ്ങളുടെ മൂന്നാം ടെസ്റ്റ് വിജയത്തിലേക്ക് അടുക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ 10 വിക്കറ്റുകളും വീഴ്ത്തിയത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ സ്പിന്നർമാരാണെന്നുള്ളതാണ് ഏറ്റവും മികച്ച പ്രത്യേകത. റാഞ്ചിയിലെ പിച്ചിൽ ഇന്ത്യൻ സ്പിൻ ബോളർമാരുടെ അപകടക്കെണികൾ അറിയാതെ ബാറ്റ് ചെയ്ത് ഇംഗ്ലണ്ട് തറ പറ്റുകയായിരുന്നു. 10 വിക്കറ്റുകളും വീഴ്ത്തിയത് ഇന്ത്യയുടെ സ്പിൻ മാന്ത്രികർ തന്നെയാണ്. രവീന്ദ്ര ജഡേജ 1, രവിചന്ദ്രൻ അശ്വിൻ 5, അതോടൊപ്പം തന്നെ കുൽദീപ് യാദവ് 4 വിക്കറ്റുകളും വീഴ്ത്തിയിട്ടുണ്ട്. 192 റൺസാണ് ഇന്ത്യക്ക് വിജയലക്ഷ്യം. നിലവിൽ വിക്കറ്റൊന്നും നഷ്ടമാവാതെ 40 റൺസുമായി ഇന്ത്യൻ ബാറ്റർമാർ ബാറ്റിംഗ് തുടരുന്നുണ്ട്. 152 റൺസ് മാത്രമാണ് ഇനി ഇന്ത്യക്കുള്ള വിജയലക്ഷ്യം. ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് വഴങ്ങേണ്ടി വന്ന ഇന്ത്യ ശരിക്കും രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ പാടെ കളി പഠിപ്പിച്ച് കൊടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വമ്പൻ പ്രതീക്ഷകളുമായി ഇറങ്ങിയ നായകൻ ബെൻ സ്റ്റോക്സിന് ഇംഗ്ലണ്ടിന് ശരിക്കും കളി മാറുന്ന അവസ്ഥയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ ബൗളർമാരുടെ മികച്ച പ്രകടനം. നിലവിൽ ഇന്ത്യക്ക് വേണ്ടി നായകൻ രോഹിത് ശർമ്മയും യശസ്വി ജയ്സ്വാളുമാണ് നിലവിൽ ബാറ്റിംഗ് തുടരുന്നത്. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വേണ്ടി അല്പമെങ്കിലും മികച്ച സ്കോർ കണ്ടെത്തിയത് അവരുടെ ഓപ്പണറായിട്ടുള്ള ബെൻ ഡക്കറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ സാക് ക്രോളി ആയിരുന്നു. 60 റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത്. മറ്റു താരങ്ങളെല്ലാം പാടെ നിരാശപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിംഗ്സ് മാത്രമായിരുന്നു ഇംഗ്ലണ്ടിന് അല്പമെങ്കിലും ആശ്വസിക്കാവുന്നത്. 142 റൺസിനായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ വിരുന്നുകാർ പുറത്തായത്. സോ അങ്ങനെ നാലാം ടെസ്റ്റിൽ ആവേശ വിജയത്തിലേക്ക് അടുക്കുകയാണ് ഇന്ത്യ. നാളെ 4ാം ദിനം ഇന്ത്യ ഒരു മികച്ച വിജയത്തിലേക്ക് എത്തട്ടെ. പരമ്പരയിൽ നാളെ വിജയിക്കുകയാണെങ്കിൽ നമുക്കറിയാം പരമ്പരയിൽ 3-2 നാളെ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാനും സാധിക്കും.